ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല കളർഫുള്ളും ആയിട്ടുള്ള ഒരു സ്ക്വിഡ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കിയാലോ. അതായത് നമ്മളെ കണവയില്ലേ, അതിൻ്റെ റോസ്റ്റ് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കിയാലോ. ഡിസ്ക്ലെയിമർ പോലെ ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, ഇതധികം സ്പൈസി അല്ല. കാണുമ്പം സ്പൈസി ആണെന്ന് തോന്നുമെങ്കിലും സ്പൈസി അല്ല. അപ്പോൾ സ്പൈസി ഇഷ്ടമല്ലാത്ത ആൾക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാൻ എടുക്കുക. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ നല്ല നാടൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 3 ഏലക്കയും ഒരു കറുവപ്പട്ടേൻ്റെ ചെറിയൊരു പീസും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. ഉടനെ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. അത് കരിയാതെ ശ്രദ്ധിക്കണം. എന്നാലൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കൊരു ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണെങ്കിൽ ഒരു 1.5 ഉള്ളി എടുക്കാം. അല്ല അത്യാവശ്യം വലിയ ഉള്ളിയാണെങ്കിൽ 1 ഉള്ളി മതിയാവും. ഈ ഒരു റോസ്റ്റിന് നമുക്ക് അധികം ഉള്ളീൻ്റെ ആവശ്യമില്ല. കാരണം ഉള്ളി വരുമ്പം ഒരു മധുരം കുറച്ച് കൂടുതൽ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം ഉള്ളീൻ്റെ ആവശ്യമില്ല. മീഡിയം ആണെങ്കിൽ ഒരു 1.5, വലിയ ഉള്ളിയാണെങ്കിൽ ഒരു ഉള്ളി മതിയാവും. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക, പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു പരിമമാവുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് നമ്മളെ മസാലപ്പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച കുറച്ച് ഗരം മസാലയും, പിന്നെ 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് വീണ്ടും നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. മസാലപ്പൊടികൾ കരിയാതെ ശ്രദ്ധിക്കണം. കൈ ഇളക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. മടി കാണിക്കരുത്. കാരണം കരിഞ്ഞു പോയാൽ നമ്മളെ കറീൻ്റെ ടേസ്റ്റ് പോവും. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവം പോലെ, അതായത് അധികം കളറ് കുറച്ച് മാറിയിട്ടുണ്ട് എന്നാൽ അധികം ഫ്രൈ ആയിട്ടുള്ള നല്ല രീതിയിലാവുമ്പോൾ നമുക്കൊരു തക്കാളി, ഒരു മീഡിയം സൈസിൽ ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായി വഴറ്റി കൊടുക്കുക. തക്കാളി ഈ ഒരു സമയത്ത് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ മസാലപ്പൊടികൾ വഴറ്റുന്നതിന് മുന്നേ ആണ് ചേർക്കുന്നതെങ്കിൽ തക്കാളീൻ്റെ വെള്ളമുള്ളതുകൊണ്ട് മസാലപ്പൊടികൾ നന്നായിട്ട് വഴണ്ടി വരില്ല. അതുകൊണ്ടാണ് തക്കാളി ഈ ഒരു സമയത്ത് മാത്രം ചേർക്കാൻ പറയുന്നത്. ഇനി തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളെ സ്ക്വിഡ് കണവയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതായത് കണവേൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഈ കണവ വേവാൻ ആവശ്യമായിട്ടുള്ള ഞാനിപ്പോൾ 1 കപ്പ് കണവ എടുത്തിന് അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഉപ്പ് മതിയാവില്ല. അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. അടച്ച് വെച്ചിട്ട് നമ്മളങ്ങ് പോവരുത്, കരിഞ്ഞു പോകും. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം, ഇല്ലെങ്കിൽ മസാലപ്പൊടികളെല്ലാം അടുക്കി പിടിക്കും. അപ്പം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അത് ഒരു മൂടി വെച്ച് അടച്ചതിന് ശേഷം വീണ്ടും കുറച്ച് കഴിയുമ്പം നോക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അതായത് ആ വെളിച്ചെണ്ണ ഇങ്ങനെ വരുന്നത് പോലെ ആകുമ്പോൾ നമ്മളെ കണവ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പണിയൊന്നുമില്ല, വാങ്ങി വെക്കാം. മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടി ഇടാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.